ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർഗാനിക് ഹെന്ന പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിലേക്ക് ഒരു ബൗളിൽ 150 ഗ്രാം ഹെന്ന പൗഡറാണ് എടുക്കുന്നത്. ഹെന്ന പൗഡർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഷുഗറിന് ഞാൻ അളവൊന്നും എടുക്കുകയില്ല. ഞാൻ ഏകദേശം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം, ഒരു 50 ഗ്രാം ഒക്കെ ഞാൻ എടുക്കലുള്ളൂ. പിന്നെ ഹെന്ന പൗഡറിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് ഷുഗറും കുറയും, കൂടുന്നതനുസരിച്ച് ഷുഗർ ആഡ് കൂടുകയും ചെയ്യും. ഷുഗർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് എസെൻഷ്യൽ ഓയിൽ വയ്ക്കാം. എസെൻഷ്യൽ ഓയിൽ ഞാൻ ബ്രൈഡൽ ബ്ലെൻഡ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ബ്രൈഡൽ കോണാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ കോണാണെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടീ ട്രീയോ യൂക്കാലിപ്റ്റസിൻ്റെ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ബ്രൈഡൽ ബ്ലെൻഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് വെള്ളമാണ് കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നത്. ഫസ്റ്റ് തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ലൊരു പേസ്റ്റ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ കുറച്ച് ഒഴിക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പേസ്റ്റ് നല്ലൊരു സ്മൂത്തിൽ കിട്ടും. നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഞാനിങ്ങനെ ഒരു ലൈൻ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇങ്ങനെ ലൈൻ ആക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാനിങ്ങനെ ലൈൻ വെക്കുകയാണ്. ലൈൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേലിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എസെൻഷ്യൽ ഓയിൽ ഒഴിച്ചിട്ടും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് മൂടിയിട്ട് ഒരു 8 മണിക്കൂറാട്ടോ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതുകൊണ്ടാണ് ഞാൻ 8 മണിക്കൂർ ആക്കുന്നത്. ഞാൻ സാധാരണ 24 hours റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കലുണ്ട്. അങ്ങനെ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം. 12 hours വെക്കുന്നവരുണ്ട്. പിന്നെ ഞാൻ 8 മണിക്കൂറാണ് വെച്ചത്. 8 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്, ഇതിൻ്റെ മേലിൽ തന്നെ ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറ് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ പേസ്റ്റ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇത് ഞാനിങ്ങനെ നീക്കുമ്പോൾ സ്പാച്ചിൽ വെച്ച് നീക്കുമ്പോൾ കാണാം, അടിയിൽ നല്ല ഗ്രീൻ കളറും മേലയിൽ ബ്രൗൺ കളറുമാണുള്ളത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ പേസ്റ്റ് നല്ലോണം റെഡി ആയിട്ടുണ്ടെന്ന്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ലോണം മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കാം. ഒരു 5-10 മിനിറ്റ് നേരം നമുക്ക് ബീറ്റർ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് വെള്ളം വേണമെങ്കിൽ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നിട്ടത് സ്പാച്ചുല വെച്ച് ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കാം. പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കോണിലേക്ക് ആക്കിയിട്ട് ഇടാവുന്ന കേട്ടോ. ഇങ്ങനെ സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടുമ്പോൾ നമ്മൾ ഡിസൈൻ ഇടുമ്പോഴും നല്ല വൃത്തിക്ക് കിട്ടും. അല്ലാണ്ട് നമ്മൾ തിക്കാക്കിയിട്ട് ആക്കുന്നതാണെങ്കിൽ നമുക്ക് വൃത്തിക്കൊന്നും ഡിസൈൻ ഇടാൻ വേണ്ടി പറ്റില്ല. ഇനി ഇത് കോണിലേക്ക് ആക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോ നമുക്കിത് കോണിലേക്ക് ആക്കുന്നതാക്കാം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.